ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അതിനെക്കുറിച്ചാണല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോസ്റ്റ്മോർട്ടം എന്ന് വെച്ചാൽ എന്താണ്, അത് നമ്മൾ സ്ലോട്ടറിങ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിമോർട്ടത്തിനകത്ത് നമ്മൾ ജസ്റ്റ് എന്താണ് നമുക്ക് കാണുമ്പോൾ ആ ഓർഗാൻസത്തിനെ കാണുമ്പോൾ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷനൊന്നും ഇവിടെ വന്നിട്ടില്ല അല്ലേ ആൻറ്റിമോർട്ടത്തിൻ്റെ കേസിൽ. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസിലാകുമ്പോൾ എന്താണ്, നമ്മൾ ആ മീറ്റിന് എന്താണ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂം ചെയ്യാൻ പോവാണ് അല്ലേ. ഓരോ മീറ്റ് പ്രോഡക്റ്റ് ആയാലും ഏതായാലും ഇപ്പോൾ ഏത് ആനിമലായാലും അത് കൺസംഷന് വേണ്ടി അത് എന്താണ് ഡിസ്പാച്ചിലോട്ട് പോവാണ്. അപ്പോൾ അത് ശരിക്കും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹെൽത്തിനെയാണ് അത് ബാധിക്കുക അല്ലേ. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അത് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നുള്ളത്, ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു സ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആയാലും അതുപോലെ തന്നെ മെക്കാനിക്കൽ ഫെസിലിറ്റീസ് ആയാലും എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കാർക്കാസിൻ്റെ ഓരോ പാർട്സും അല്ലേ, അതിപ്പോൾ ലങ്സ് ആയാലും അതിൻ്റെ ലിവർ ആയാലും അതിൻ്റെ ഹെഡ് ആയാലും അങ്ങനെ ഓരോ പാർട്സും എടുത്തിട്ട് വേണം അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ലൈറ്റ് വേണം അല്ലേ ഇൻസ്പെക്ഷനൊക്കെ ചെയ്യാണ്. അപ്പോൾ 540 ലക്സ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 540 ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് തന്നെയാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളത്. പിന്നെ മാത്രമല്ല സാനിറ്റൈസേഷൻ, ഹൈജൈൻ അല്ലേ, ഓരോ എക്യുപ്മെൻറ്റും നല്ല സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കണം അവർ യൂസ് ചെയ്യേണ്ടത്. ഡിസിൻഫെക്റ്റൻസ് അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോ യൂസിനും വേണ്ടിയിട്ടും പ്രത്യേകം ടവൽസ് അവിടെ അവൈലബിൾ ആയിരിക്കണം. അത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേപ്പർ ടവൽസാണ് യൂഷ്വലി അവർ യൂസ് ചെയ്യുക കേട്ടോ. ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേപ്പർ ടവൽസാണ്. അതുപോലെ തന്നെ നൈഫ്സ് അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള നൈഫ്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ വാഷ് ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആയിരിക്കണം. വാഷ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. ഈ വാഷ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഹോട്ട് വാട്ടറാണ്. വാട്ടർ ബാത്തിൽ 82 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാണ് ഇവരെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്, വാഷ് ഫെസിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. എതിരാണ് 82 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ബാത്ത് ഫെസിലിറ്റിയാണ് ഇവരിവിടെ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മൾ ആൻറ്റിമോർട്ടം എക്സാമിന് ശേഷം നമ്മൾ ഡീറ്റെയിൻഡ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കണ്ടംഡ് മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടംഡ് മീറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന മീറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടംഡ് മീറ്റ് എന്ന് പറയുന്നത്. ഈ ഡീറ്റെയിൽഡ് മീറ്റിനെയാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുള്ളത്. ഡീറ്റെയിൽഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ വേണം. അപ്പോൾ ആൻറ്റിമോർട്ടത്തിൽ നിന്ന് അവർ തരുന്നുള്ള ഓരോ വിവരങ്ങൾ ഇവരെ കയ്യിലുണ്ടാവും. ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ കഴിയുമ്പോൾ അവർക്ക് ഓരോ വിവരങ്ങൾ ഇവർക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ മെയിനായിട്ട് ഇതിനെ നോക്കുന്നുള്ളത്. ആ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ടാണ് ഇവരെ നോക്കുന്നുള്ളത്. അപ്പോൾ സാധാരണ ഒരു ഫാമിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇൻസ്പെക്ഷൻ പോയിൻ്റ് ഉണ്ടാവും. 3 ഇൻസ്പെക്ഷൻ പോയിൻ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ സ്ലോട്ടറിങ് കഴിഞ്ഞു അതിന് ശേഷം 3 ഇൻസ്പെക്ഷൻ പോയിൻ്റ് ഉണ്ടാവും. ഒന്ന് ഹെഡ് ഓരോ പാർട്സ് ആണ് കേട്ടോ. ഒന്ന് ഹെഡ്, പിന്നെ വിസറ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ, പിന്നെ കർക്കാസ്. അങ്ങനെ 3 ഇൻസ്പെക്ഷൻ പോയിൻറ്റ്സ് ആണ് ഏതിനകത്ത് ഉണ്ടാവുക, നമ്മുടെ ഓരോ സ്ലോട്ടറിങ് ഹൗസ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 ഇൻസ്പെക്ഷൻ പോയിൻ്റ് അവിടെ വരാറുണ്ട്. ഓക്കെ. പിന്നെ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന വിസറ ഉണ്ടല്ലോ, ഈ വിസറ എന്ന് പറഞ്ഞാൽ കർക്കാസ് ഇൻസ്പെക്ഷന് തൊട്ട് മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, വിസറേൻ്റെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നുള്ളത്. എന്നിട്ട് ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എന്തൊക്കെയാണോ റിസൾട്ട്സ് നമുക്ക് കിട്ടിയത് ആ ഇൻസ്പെക്ഷൻ ചെയ്ത ആൾ എന്ത് ചെയ്യണം, മറ്റൊരാളോട് നെക്സ്റ്റ് കർക്കാസിൻ്റെ ചെയ്യുന്നവരടുത്ത് നമ്മളത് പറയേണ്ടതാണ്. ഓക്കെ. അപ്പോൾ റിലേറ്റഡ് ഓർഗൻസ്, അതായത് ഒഫാൽ നമ്മളൊരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒഫാലിന്, അതായത് ഇൻറ്റേർണൽ എഡിബിൾ ആയിട്ടുള്ള ഓർഗൻസ്. നമ്മുടെ ഒരു ഒരു ആനിമൽ എടുത്താൽ അതിനകത്ത് എഡിബിൾ ആയിട്ടുള്ള ഓർഗൻസിനെയാണ് നമ്മൾ ഒഫാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിൽ, ഇപ്പോൾ നമ്മളെ ഹെഡ് ആയാലും ഏതെങ്കിലും ഒരു വിസറ ആയാലും ഏതെങ്കിലും ഒരു കാർക്കാസ് ആയാലും ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇൻസ്പെക്ഷൻ്റെ റിസൾട്ട് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് അത് കൈമാറ്റം ചെയ്യണം. ഇല്ലെങ്കിൽ അവർക്കത് അറിയാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ അതും കൂടി കിട്ടിയാൽ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡിസിഷനിലോട്ട് എത്താൻ പറ്റും. പിന്നെ ഇനി ഹെഡ് നമ്മൾ എക്സാമിനേഷൻ ചെയ്തിട്ട് അവർ പറയുകയാണ് ഇത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ എല്ലാ മീറ്റും വേണ്ടാന്ന് വെക്കും. ഓക്കെ. ഹെഡ് മാത്രം വേണ്ടാന്ന് വെച്ചിട്ട് അതിൻ്റെ വിസറയൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ മൊത്തം പാർട്ടും നമ്മളവിടെ വേണ്ടാന്ന് വെക്കാനാണ് പോവാറുള്ളത്. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എവിടെ നിന്നാണ് തുടങ്ങിയ, സ്ലോട്ടറിങ്ങിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുള്ളത്. അത് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ചെയ്യും. ഓരോ പാർട്ടും എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ എക്സാമിനേഷൻ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രക്ചറലായിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ 540 ലക്സ് ഇൻറ്റൻസിറ്റിയിൽ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ
ഇൻസ്പെക്ഷൻ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ സാനിറ്റൈസേഷൻ ആവശ്യമാണ്. പിന്നെ ഓരോ പാർട്സിനെയും ചെയ്യും കേട്ടോ. സാനിറ്റൈസേഷൻ ആവശ്യമാണ്, ഡിസിൻഫെക്ഷൻ, അതുപോലെ തന്നെ പേപ്പർ ടവൽസ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേപ്പർ ടവൽസ് അവിടെ ആവശ്യമായിരിക്കണം. നൈവ്സൊക്കെ സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം. പിന്നെ വാഷ് ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ എപ്പോഴും ഹോട്ട് വാട്ടർ അവൈലബിൾ ആയിരിക്കണം. 82 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹോട്ട് വാട്ടറാണ്. പിന്നെ നമ്മളെ മീറ്റ് ഡീറ്റെയിൻഡ് മീറ്റും കണ്ടംപ്റ്റ് മീറ്റും ഉണ്ട്. കണ്ടംപ്റ്റ് മീറ്റാണ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ വെച്ചിട്ട് അതും കൂടി ഉപയോഗിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. 3 ഇൻസ്പെക്ഷൻ പോയിൻ്റ് ഉണ്ട്, ഹെഡ്, വിസറ, കർക്കാസസ്. അങ്ങനെ 3 ഇൻസ്പെക്ഷൻ പോയിൻറ്റ്സ് ആണ് ഏതിൻ്റെ കേസിൽ വരുന്നുള്ളത്, പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസിൽ വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജീവനുള്ളവ ചെക്ക് ചെയ്യുന്നത് ഏതായിരുന്നു, ആൻറ്റിമോർട്ടം. പിന്നെ നമ്മൾ അതർ കർക്കാസസ് പാർട്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹെഡ്, വിസറൊക്കെ അല്ലേ പറഞ്ഞത്, അതായത് നമ്മുടെ ഫീറ്റ് അല്ലേ, ഫീറ്റ്, ട്രക്കിയ, അയോട്ട, ബ്ലാഡർ, ഇതൊക്കെ നമ്മൾ ഹ്യൂമൻ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയും നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിനേഷൻ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ പാർട്ടാണ് നമ്മൾ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ്റെ കേസിൽ നമുക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കർക്കാസ് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് നമ്മൾ നേരത്തെ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒന്നെങ്കിൽ നമ്മൾ വല്ല ടാഗോ ഫ്ലാഗോ മറ്റേ നമ്മുടെ ആനിമൽസിനകത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ഈ ആനിമൽസിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് വേണം, ആ ആനിമൽസിൻ്റെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെ കർക്കാസിൻ്റെ ചെയ്തു, ഏതിൻ്റെയൊക്കെ ചെയ്തില്ല എന്നറിയാൻ വേണ്ടി നമുക്ക് അവിടെ എന്ത് വേണം, ഐഡൻറ്റിഫിക്കേഷൻ ആവശ്യമാണ്. ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ നെയിം, അതായത് ഏത് ഓണറിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഏത് ക്ലാസ്സാണ്, ഏത് സ്പീഷീസാണ്, അങ്ങനെ പലതരത്തിലുള്ള ഇൻഫോർമേഷൻ ഉണ്ടാവുമല്ലോ ഓരോ മീറ്റിനെ കുറിച്ചിട്ടുള്ളതും. അതൊക്കെ അപ്രോപ്രിയേറ്റ് പേഴ്സൺസ് ആ ഇൻസ്പെക്ഷൻ സ്റ്റാഫിന് അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മുടെ ഓരോ മീറ്റിൻ്റെ കൂടെ തന്നെയും ഇത് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ, നമ്മൾ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഹൈജീൻ്റെ കാര്യം നോക്കിയേ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പേപ്പറിലോ കാര്യങ്ങളോ നമുക്ക് ഈ മീറ്റിൻ്റെ പുറത്ത് എഴുതാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയില്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ, നമ്മൾ കണ്ടാമിനേഷൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. നല്ല ഒരു പ്രവൃത്തിയല്ല. പക്ഷേ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ആവശ്യമാവണം അല്ലേ, ലാസ്റ്റ് വരെ. അത് ഏത് ആനിമലിൻ്റെ ആണ്, ഏത് സ്പീഷീസ് ആണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഒരുപാട് ആനിമൽസിന് അവിടെ ഒറ്റ ടൈം ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് ആനിമൽസിന് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ്റെ കേസിലാകുമ്പോൾ നമുക്ക് ഓരോ ആനിമലിനും ഓരോരോ ടാഗ് വെച്ച് കൊടുത്താൽ മതി. അതാകുമ്പോൾ ഈസി ആകുമ്പോൾ ഒരു കുഴപ്പമില്ല, അവിടെ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ കാർക്കാസിൻ്റെ കേസിലാണ് നമുക്ക് എന്ത് വരുന്നുള്ളത്, ഈ ഹൈജീനെയും അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റീനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ ഐഡൻറ്റിഫിക്കേഷൻ വരുന്നുള്ളത്. ഓക്കെ, സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റലിൻ്റെ ക്ലിപ്പോ മറ്റായിരിക്കും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അത് കട്ടിങ് റൂമിൽ കയറുന്നുണ്ട്, അവിടുന്ന് തിരിച്ച് ഇൻസ്പെക്ഷൻ റൂമിൽ കയറുന്നുണ്ട്. അങ്ങനെ എല്ലാ റൂമിലേക്കും ഈ പറഞ്ഞിരിക്കുന്ന ടാഗോട് കൂടി കയറുമ്പോൾ ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്, നമ്മുടെ കണ്ടാമിനേഷൻ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഇപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കും മെറ്റൽ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഡൈസ്. എന്ത് ഡൈസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റൽ, അതുപോലെ തന്നെ പോളിപ്രൊപ്പിലീൻ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ മെറ്റൽ, പോളിപ്രൊപ്പിലീൻ, സ്റ്റാമ്പ് അല്ലെങ്കിൽ ഡൈസൊക്കെയാണ് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, കോമൺ ആയിട്ട്. പിന്നെ പിഗ്സിൻ്റെ കേസിലാണെങ്കിൽ മെയിനായിട്ട് ടാറ്റു ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ടാറ്റു അടിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, സ്കാൽഡിങ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ ആനിമലിനെ സ്ലോട്ടറിങ്ങിന് മുന്നായിട്ട് സ്കാൽഡിങ് ചെയ്യുന്നുണ്ട്, ഡീഹെയറിങ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊന്നും ഈ ടാറ്റു പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ടാറ്റു ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കിത് ഏത് മീറ്റാണ്, എന്ത് കാര്യമാണ് നമ്മളത് ലാസ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഓരോ പാർട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്താണ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, നമുക്ക് ഏത് സ്പീഷീസാണ്, ആരാണ് ഇതിൻ്റെ ഓണർ, ആ ആനിമലിൻ്റെ ക്ലാസ് ഏതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ലോട്ട് ഏതാണ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയാനുണ്ട്. ഏജ് ഏതായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആ മീറ്റിൻ്റെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അത് പൊതുവെ നമ്മളെങ്ങനെയാണ് കൊണ്ടുപോവുക, പേപ്പറിലോ അല്ലെങ്കിൽ നമ്മളെ പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ മെറ്റൽ ക്ലിപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മളതിനെ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ഹൈജീനെ വളരെയധികം ബാധിക്കും അല്ലേ. അത് കട്ടിങ് റൂമിനകത്ത് കയറുന്നുണ്ട്, അതിനുശേഷം അത് ഇൻസ്പെക്ഷൻ റൂമിനകത്ത് കയറും. അങ്ങനെ
അങ്ങനെ പലതരത്തിലകത്തായി കയറുമ്പോൾ അത് വളരെ ഹൈജീനിക്കലി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് അത് അത് ആവശ്യമാണ്. പക്ഷേ ഹൈജീനിക്കിൻ്റെ കാര്യം നോക്കുമ്പോൾ അത് പ്രശ്നമാണ്. ഓക്കെ, പക്ഷേ ആൻറ്റിമോട്ടത്തിൻ്റെ കേസിൽ നമ്മളെന്താ പറഞ്ഞാൽ അത് ഈസി ആയിരുന്നു, അത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഡൈസാണ് ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിഗിൻ്റെ കേസിലൊക്കെ ആകുമ്പോൾ ടാറ്റൂസൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഡൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, മെറ്റലിൻ്റെ അല്ലെങ്കിൽ പോളിപ്രൊപ്പിലിൻ്റെ സ്റ്റാമ്പ്സും അതുപോലെ തന്നെ ചില ഡൈസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ടാഗ് ചെയ്യുന്നുള്ളത്, ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് ആ കാർക്കാസിനെ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ട്രേസബിലിറ്റി ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ടാറ്റൂസും അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡൈസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ പാർട്ടിലോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു ഓരോ പാർട്ടും നമുക്ക് എക്സാമിൻ ചെയ്യണം എന്ന് പറഞ്ഞു. ആദ്യം എന്താണ്, ഹെഡാണ് വരുന്നത്. അപ്പോൾ ഔട്ടർ സർഫസും നമ്മുടെ മീറ്റിൻ്റെ ഔട്ടർ സർഫസ് അതുപോലെ തന്നെ ഐസ് എല്ലാം നമ്മൾ എന്തിനു നോക്കണം, ഇതിൻ്റെ വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്യണം. ഗംസ് അതുപോലെ തന്നെ ലിപ്പ്, ടങ്ക്, ഇതൊക്കെ നമ്മൾ നോക്കും. എന്തിനാണ്, ഏത് ഡിസീസിന് വേണ്ടിയിട്ടാണ്, ഫുട്ട് മൗത്ത് ഡിസീസ്, FMD എന്ന് പറയുന്നത്, ഫുട്ട് മൗത്ത് ഡിസീസ്, അതുപോലെ തന്നെ നെക്രോസിസ്, പിന്നെ മറ്റുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് ഈ നമ്മുടെ ആക്ടിനോ ബാസിലോസിസ് അതുപോലെ തന്നെ ആക്ടിനോ മൈക്കോസിസ്, ഫംഗസ് കോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആക്ടിനോ ബാസിലോസിസ്, ആക്ടിനോ മൈക്കോസിസ്, ഫുഡ് മൗത്ത് ഡിസീസ്, നെക്രോസിസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഔട്ടർ സർഫസ്, നമ്മുടെ മീറ്റിൻ്റെ ഔട്ടർ സർഫസ്, മീറ്റിൻ്റെ അല്ല കർക്കാസിൻ്റെ ഔട്ടർ സർഫസും അതിൻ്റെ ഐയും ഗമ്മ്, ലിപ്പ്, ടങ്ക്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ടങ്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും എന്താ നോക്കുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് മാക്സിലറി പരോട്ടിഡ് ലിംഫ് നോഡ്സാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നുള്ളത്. എന്താണ്, ലിംഫ് നോഡ്സ്, സബ് മാക്സിലറി പരോട്ടിഡ് ലിംഫ് നോഡ്സ് ആണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ട്യൂബർക്കുലർ ലെഷൻസ്, അബ്സസസ്, ആക്ടിനോ ബാസിലോസിനസ് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുള്ളത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആനിമൽസിൻ്റെ ടോൺസിൽസ് ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ ടോൺസിൽ എന്ന് പറയുന്നൊരു പാർട്ടില്ലേ, ആ പാർട്ടിനകത്താണ് മെയിനായിട്ട് നമ്മുടെ സാൽമോണല്ല കേട്ടിട്ടുണ്ടല്ലോ, സാൽമോണല്ലയും അതുപോലെ തന്നെ ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്നുള്ള ട്യൂബർക്കിൾ ബാസിലയും അതുപോലെ തന്നെ എർസീനിയ, ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിസംസ് ഒക്കെ എവിടെ ഉണ്ടാവുക, നമ്മുടെ ആനിമൽസിൻ്റെ ടോൺസിൽസിലാണ് അവർ ഉണ്ടാവുക. അപ്പോൾ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓർഗാനിസത്തിനൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഇതിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഹെഡ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ടർ സർഫസ് നോക്കും, ഐസ് നോക്കും, അതുപോലെ തന്നെ ഗമ്മ്, ലിപ്പ്, ടങ്ക്, ഈ കാര്യങ്ങളൊക്കെ നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, FMD എന്ന് പറയുന്ന ഡിസീസും അതുപോലെ തന്നെ നെക്രോസിസ്, ആക്ടിനോ മൈക്കോസിസ്, ആക്ടിനോ ബാസിലോസിസ് എന്ന് പറയുന്നുള്ള ഡിസീസൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്പെക്ഷനൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ നോക്കുക, സബ് മാക്സിലറി പരോട്ടിഡ് ലിംഫ് നോഡ്സിൻ്റെ ആണ് ഇൻസ്പെക്ഷൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ട്യൂബർക്കുലോസിസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി, ട്യൂബർക്കിൾ ലെഷൻസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഓർഗാനിസത്തിൻ്റെ ടോൺസിൽസ്, അതായത് മെയിനായിട്ട് നമ്മുടെ കാറ്റിൽസിൻ്റെയും പിഗ്സിൻ്റെ ഒക്കെ ടോൺസിൽസിനകത്ത് ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവാറുണ്ട്. അതായത് പാത്തോജനിക് ആയിട്ടുള്ള നമ്മുടെ സാൽമോണല, ട്യൂബർക്കിൾ ബാസിലൈ, എർസീനിയ പോലുള്ള ഓർഗാനിസംസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ദേ ഷുഡ് ബി റിമൂവ്ഡ് ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ഇൻഗ്രീഡിയൻസ് ഓഫ് മീറ്റ് പ്രൊഡക്ട്സ്. ഇവർ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോൺസിൽസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ റിമൂവ് ചെയ്യണം. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ മീറ്റ് പ്രൊഡക്ട്സിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് നമ്മൾ ഹെഡ് കഴിഞ്ഞു, ഇനി ലിംഫ് നോഡ്സ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ പാരോട്ടിഡ് മാക്സിലറി പരോട്ടിഡ് ലിംഫ് നോഡ്സ് നോക്കുന്നു പറഞ്ഞില്ലേ, അപ്പോൾ ലിംഫ് നോഡ്സിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നുള്ളത്. ഓക്കെ, ഇത് മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ട്യൂബർക്കുലോസിസ്, TB എന്ന് നമ്മൾ പറയുന്നില്ലേ, ട്യൂബർക്കുലോസിസ്, ഈ ഡിസീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നുള്ളത്. അപ്പോൾ ട്യൂബർക്കുലോസിസ് ഏത് ബാക്ടീരിയയാണ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസീസ് കോസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ലിംഫ് നോഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് ട്യൂബർക്കുലോസിസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ലിംഫ് നോഡ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലങ്സിൻ്റെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ലങ്സിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്വൽ എക്സാമിനേഷനും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാൽപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടിട്ട് കൂടി ഒന്ന് നോക്കണം, അതായത് ടച്ചിങ് അല്ലേ, പാൽപ്പേഷൻ വഴി നമ്മൾ നോക്കണം, വിഷ്വലി നമ്മൾ നോക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ന്യൂമോണിയ
അതുപോലെ തന്നെ TB, അതുപോലെ തന്നെ ലിയാസിസ് എന്ന് പറയും, ലിയാസിസ്, FASCIO ആണ് കേട്ടോ, FASCIO. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലങ്സിനെ വിഷ്വലി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഒന്ന് തൊട്ടിട്ടും കൂടി നമ്മളതിനെ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്, നമ്മൾ ലങ്സ്, ലിംഫ് നോഡ്സ്, ഹെഡ്, ഇങ്ങനെ ഓരോ പാർട്സായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്ത് ഓരോ പാർട്ടും നമ്മൾ ഓരോ ഡിസീസിന് വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ലങ്സ് ഏതിൻ്റെയൊക്കെ പറഞ്ഞാൽ ന്യൂമോണിയേൻ്റെ കേസിലല്ലേ, നമുക്കറിയാം നമ്മുടെ ന്യൂമോണിയനെ ബാധിക്കുന്നതാണ്, ലങ്സിനെ ബാധിക്കുന്നതാണ് ന്യൂമോണിയ എന്ന് പറയുന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ TB നമ്മുടെ ലങ്സിനെ തന്നെ കോസ് ചെയ്യുന്നുള്ള ഒരു ആളാണ്. ഓക്കെ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലങ്സിൽ നമുക്കറിയാം ട്രക്കിയ ഉണ്ട് അല്ലേ, ബ്രോങ്കൈസ് ഒക്കെ ഉണ്ട്, ബ്രോങ്കൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രക്കിയയും അതുപോലെ തന്നെ നമ്മുടെ ബ്രോങ്കൈൻ്റെ മെയിൻ ബ്രാഞ്ചസ് അതൊക്കെ എന്താണ്, എപ്പോഴും ഓപ്പൺഡ് ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ട്രക്കിയയും ബ്രോങ്കയും ഒക്കെ എപ്പോഴും ഓപ്പൺഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഹ്യൂമൻ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞുതരാം, പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഹെഡിൻ്റെ കാര്യം പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ലങ്സിൻ്റെ കാര്യം മാത്രം പെട്ടെന്നൊന്ന് തീർത്തുതരാം. ലിംഫ് നോഡ്സിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞാൽ TBയും മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നുള്ളത്. പിന്നെ ലങ്സിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ വിഷ്വലി നമ്മൾ നോക്കണം, പാൽപേഷൻ വഴിയും നമ്മൾ നോക്കണം. ഏതൊക്കെ ഡിസീസാണ്, ന്യൂമോണിയ, TB, അതുപോലെ തന്നെ ലിയാസിസ്, സിസ്റ്റ് പോലുള്ള കാര്യങ്ങളാണ് ലങ്സിൻ്റെ കേസിൽ മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മളെ ട്രക്കിയ അതുപോലെ തന്നെ ബ്രോങ്കൈ എപ്പോഴും ഓപ്പൺഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മളത് ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആൻറ്റിമോട്ടത്തിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവർ ഇൻസ്പെക്ഷൻ ശേഷം 5 ഡിസിഷൻസ് ആണ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതേപോലെ തന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തും. അത് നമ്മൾ ഈ വീഡിയോനകത്ത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കത് കൺസംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ഇവർ അവസാനം എത്തും. അപ്പോൾ അത് എങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു പാർട്ട് നോക്കിയതിന് ശേഷം അവർ പറയുന്നതല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പാർട്ടിനെയും നോക്കിയതിന് ശേഷമാണ് അവർ പറയുന്നത്. അപ്പോൾ ലങ്സിൻ്റെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരുന്നത് ഏതാണ്, നമ്മുടെ ഹാർട്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെമോറേജ്, അതുപോലെ തന്നെ പെരികാർഡൈറ്റിസ് എന്നുപോലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നുള്ളത്. പിന്നെ നമ്മുടെ വെൻട്രിക്കിൾസ് ഉണ്ടല്ലോ, നമുക്കറിയാം വെൻട്രിക്കിൾ, ഏട്രിയൊക്കെ ഉണ്ടല്ലേ. ആ വെൻട്രിക്കിളിൻ്റെ ഇന്നർ സർഫസും ഔട്ടർ സർഫസും നമ്മൾ ഒബ്സർവ് ചെയ്യും. വെൻട്രിക്കിളിൻ്റെ ഇന്നർ സർഫസും അപ്പർ സർഫസും നമ്മൾ കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ചെയ്യും. ഓക്കെ. ഹാർട്ടിൻ്റെ കേസിൽ നമ്മൾ ഹെമറേജും പെരികാർഡൈറ്റിസും ഒക്കെയാണ് നോക്കുക. വെൻട്രിക്കിളിനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ലിവർ. ഇവിടെ അതുപോലെ തന്നെ വിഷ്വൽ എക്സാമിനേഷനും വേണം, പാൽപേഷനും വരുന്നുണ്ട് കേട്ടോ. വിഷ്വൽ എക്സാമിനേഷനും വരണം, പാൽപെയിനും വരണം. ഇവിടെ നമ്മുടെ ഡിസീസ് എന്ന് പറയുന്നത് ഒന്ന് ആക്ടിനോബാസിലോസിസ് ആണ്. പിന്നെ പലതരത്തിലുള്ള പാരസൈറ്റ്സ്, നമുക്കറിയാമല്ലോ പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന്, പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലും ഫാറ്റി ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും കേട്ടോ. ഫാറ്റി ചേഞ്ചസ്, സിസ്റ്റ്, അതുപോലെ തന്നെ ഫാസിയോലിയാസിസ്, നമ്മൾ നേരത്തെ പറയില്ലേ ഫാസിയോലിയാസിസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ ബൈൽ ഡക്റ്റൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്യും. അപ്പോൾ പലതരം ഡിസീസാണ് ലിവറിൻ്റെ കേസിലൊക്കെ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈസോഫാഗസ്, അതുപോലെ തന്നെ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എക്സാമിൻ ചെയ്യും. ഇവിടെയും നമ്മൾ ഒബ്സർവേഷനാണ്, വിഷ്വലിയാണ് നമ്മൾ നോക്കുന്നത്. ഇനി അഥവാ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം തോന്നുകയാണെങ്കിൽ നമ്മൾ പാൽപേറ്റ് ചെയ്തിട്ട് നോക്കും. ഇതിൻ്റെ സർഫസും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് TBയും ബാസിലോസിസാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അതാണ് ഈസോഫാഗസും സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും. പിന്നെ വരുന്നുള്ളത് ഏതാണ്, സ്പ്ലീനാണ്. സ്പ്ലീൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതും നമ്മൾ നോക്കുന്നുള്ളത് TBൻ്റെ കേസിലും അതുപോലെ തന്നെ ഹെമറ്റോമാറ്റ എന്ന് പറയുന്നുള്ള ഒരു ഡിസീസിൻ്റെ കേസിലും വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഏത്, സ്പ്ലീൻ എന്ന് പറയുന്നത്. പിന്നെ യൂട്രസും നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്തെങ്കിലും പ്രഗ്നൻസി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെയൊക്കെ എവിഡൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ യൂട്രസിൻ്റെ ഇൻസ്പെക്ഷൻ നമ്മൾ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന യൂട്രസിൻ്റെ ഇൻസ്പെക്ഷൻ നമ്മൾ ചെയ്യുന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇത് അഡർ അല്ലേ.
യൂട്രസിൻ്റെ ചെയ്യുന്നു, അതുപോലെ തന്നെ അഡേഴ്സിൻ്റെ ഇൻസ്പെക്ഷനും കൂടി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് എന്തെങ്കിലും ഫുഡ് പോയ്സണിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡറിനകത്തായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അഡറിനകത്ത് ഒരുപാട് മൈക്രോ ഓർഗാനിസം വരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താണ് പാൽപ്പേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് നോക്കാൻ വേണ്ടിയിട്ട്, അഡർ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ ഓരോ ഓപ്പണിങ്ങും അല്ലേ, അതിൻ്റെ ഡീപ്പ് ഇൻസെഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീപ്പായിട്ട് ഇതിനകത്ത് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, TBൻ്റെ കേസസ് വരാം, അല്ലെങ്കിൽ ബ്രൂസെല്ലോസിസ് അതുപോലെയുള്ള ഡിസീസസ് ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നുള്ളത്. പിന്നെ കാർക്കേസ്, എന്താണ് കാർക്കേസ്, അതായത് നമ്മുടെ ബോണ്, മസില്, അതുപോലെ തന്നെ പ്ലൂര, പെരിട്ടോണിയം, ഡയഫ്രം പോലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് അതിൻ്റെ കളറ്, അതിൻ്റെ ഓർഡർ, അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലെൻലിനെസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വന്നിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഹാർട്ടിൻ്റെ കേസ് ഇപ്പോൾ നോക്കണം എന്ന് പറഞ്ഞത്, അതായത് ഹെമറേജ് ഉണ്ടോ, പെരികാർഡൈറ്റിസ് ഉണ്ടോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. വെൻട്രിക്കിൾസിൻ്റെ ഔട്ടർ സർഫസും ഇന്നർ സർഫസും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വല്ല സിസ്റ്റും കാര്യങ്ങളുണ്ടോ, മയോകാർഡിയം പ്രശ്നങ്ങളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നോക്കണം. പിന്നെ വരുന്നില്ലാന്ന് ലിവറും അതുപോലെ തന്നെ നമ്മൾ വിഷ്വലി നോക്കണം, അതുപോലെ തന്നെ പാൽപേഷൻ വഴി നമ്മൾ ഇത് നോക്കണം. ലിവർ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെയും വരുന്നുള്ള ഡിസീസ് എന്ന് പറയുന്നത് ആക്ടിനോബാസിലോസിസ്, അതുപോലെ തന്നെ പല പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ ചില പാരസൈറ്റ്സിൻ്റെ ലാർവ സ്റ്റേജൊക്കെ ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഓക്സിൻ്റെ ലിവറിലൊക്കെ ചില പാരസൈറ്റ്സിൻ്റെ ലാർവ സ്റ്റേജൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രശ്നമാണ് അല്ലേ, ഇല്ലെങ്കിൽ എന്താണ്, അത് നമ്മുടെ മീറ്റിൽ അടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ കഴിക്കും, നമുക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ പാർട്ട് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലിവറൊക്കെ നോക്കാറുണ്ട്. ഫാറ്റി ചേഞ്ചസ് ഉണ്ടോ, സിസ്റ്റ് ഉണ്ടോ, ഫാസിയോലിയാസിസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതുപോലെ തന്നെ ബൈൽ ഡക്റ്റും നമ്മൾ എക്സാമിൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ലിവർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുന്നതാണ് ഈസോഫാഗസും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈൻസും. ഇതിൻ്റെയൊക്കെ സർഫസൊക്കെ നമ്മൾ കാര്യമായിട്ട് നോക്കും. ഇവിടെയും മെയിനായിട്ട് ആക്ടിനോബാസിലോസിസും TB ആണ് വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ, TBയും അതുപോലെ തന്നെ ആക്ടിനോബാസിലസും ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതിൻ്റെ നമ്മൾ ആൻറ്റീരിയർ പാർട്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഈസോഫാഗസിൻ്റെയും സ്റ്റൊമക്കിൻ്റെയും ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ ആൻറ്റീരിയർ പാർട്ട്, അതായത് ഇന്നർ പാർട്ട് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഫോറിൻ ബോഡി കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ബോഡി കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മൾ സ്പ്ലീൻ നോക്കും. സ്പ്ലീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TBൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഹെമറ്റോമാറ്റ എന്ന് പറയുന്ന ഡിസീസിൻ്റെ കേസിലുമാണ് നമ്മൾ എന്ത് നോക്കുന്നുള്ളത്, സ്പ്ലീൻ നോക്കുന്നുള്ളത്. പിന്നെയാണ് യൂട്രസിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്, അതായത് ആ പ്രഗ്നൻസീൻ്റെ കേസിലോ അല്ലെങ്കിൽ റീസെൻ്റ്ലി അത് ലാക്ടേഷൻ ഉണ്ടായിരുന്നോ, അത് പാൽ കൊടുക്കുന്നുണ്ടായിരുന്നോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യൂട്രസിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെയാണ് അഡറിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, ഫുഡ് ബോൺ ആയിട്ടുള്ള പലതരം മൈക്രോ ഓർഗാനിസം ഇവിടെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഔട്ടർ സർഫസും അതുപോലെ തന്നെ അതിനകത്ത് വരുന്നില്ല, നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്, അതിൻ്റെ ഓരോ പാർട്ടും, അഡറിനകത്ത് വരുന്നുള്ള ഓരോ പാർട്ടും, അതായത് ഓപ്പണിങ്സും അതിൻ്റെ ഡീപ്പ് ഇൻസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അഡറിൻ്റെ കേസിൽ നോക്കണം. പിന്നെ കർക്കാസിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോണ്, മസിൽസ് അതൊക്കെ ക്ലീൻ ആണോ, അതിനൊക്കെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, അതിനൊക്കെ കളർ ചേഞ്ച് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. ഏതൊക്കെ, ബോണ്, മസിൽസ്, പ്ലൂര, പെരിട്ടോണിയം, ഡയഫ്രം തുടങ്ങിയവയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നോക്കുന്നുള്ളത്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, മൊത്തത്തിലായിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ കാവ്സിൻ്റെ മാത്രം പറയുകയാണെങ്കിൽ, കാവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പശുക്കിടാവ് അല്ലേ. കാപ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് അഡൾട്ടായിട്ടുള്ള കാറ്റിൽസിൻ്റെ കേസായിരുന്നു കേട്ടോ. അഡൾട്ട് കൗവിൻ്റെ കേസൊക്കെ ആയിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഏതിൻ്റെ കേസിൽ നോക്കുക, കാപ്സിൻ്റെ കേസിൽ നോക്കുക. വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സൈറ്റ്സ് നമ്മൾ പർട്ടിക്കുലർലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കാപ്സിൻ്റെ കേസ് പഠിക്കുക. കാപ്സ് പർട്ടിക്കുലർ സൈറ്റ്, അതായത് നമ്മുടെ മൗത്ത് ടങ്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മൗത്ത് ടങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെയും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഫുഡ് മൗത്ത് ഡിസീസും അതുപോലെ തന്നെ ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയയും കൂടി നമ്മൾ ഏതിൻ്റെ കേസിൽ നോക്കണം, കാപ്സിൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെ നമ്മൾ പ്രധാനമായിട്ട് നോക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഡിസീസ് എന്താണ്, ഡിസെൻട്രി. അപ്പോൾ കാപ്സിൻ്റെ കേസിലാണ് ഡിഫ്തീരിയയും ഡിസെൻട്രിയും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളത്. പിന്നെ ലങ്സും കിഡ്നിയും അതുപോലെ തന്നെ സ്പൈനൽ കോഡൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിനോവിയൽ ഫ്ലൂയിഡ് നമ്മൾ നോക്കണം. എന്തിനാണ്, സിനോവിയൽ ഫ്ലൂയിഡ് നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ റീനൽ എന്ന് വെച്ചാൽ എന്താണ്, കിഡ്നി. റീനൽ ഫാറ്റ് കൂടി ഇവിടെ നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മൗത്ത് ടങ്ക് നമ്മൾ സാധാരണ ബോവിനിൽ നേരത്തെ പറഞ്ഞ കൗസിൽ ബോവിൻ എന്ന് വെച്ചാൽ കൗവാണ് കേട്ടോ, ബോവിൻ എന്ന് വെച്ചാൽ കൗവാണ്.
അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നോക്കേണ്ടത്. പക്ഷേ മൗത്ത് ടങ്കിൽ എന്തുകൂടെ നോക്കണം, നമ്മൾ ഡിപ്തീരിയ കൂടി നോക്കണം. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ കേസിൽ നമ്മൾ എന്തുകൂടെ നോക്കണം, ഡിസെൻട്രി എന്ന് പറയുന്ന ഡിസീസ് കൂടി നോക്കണം. പിന്നെ റീനൽ ഫാറ്റിൻ്റെ അക്യുമുലേഷൻ വന്നിട്ടുണ്ടോ എന്ന് കൂടി നമ്മളിവിടെ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ സിനോവിയൽ ഫ്ലൂയിഡ് നോക്കണം. സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോയിൻസിലൊക്കെ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ്. അത് നമ്മളിവിടെ ഈ കാഫ്സിൻ്റെ കേസിൽ നോക്കണം. പിന്നെ ലങ്സ് നോക്കണം, കിഡ്നീസ് നോക്കണം, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് കൂടി നോക്കണം. ലങ്സ്, കിഡ്നീസ്, അതുപോലെ തന്നെ സ്പൈനൽ കോഡ്. അപ്പോൾ കൗസിൻ്റെത് ആദ്യം പറഞ്ഞത് കൗസിൻ്റെ ആയിരുന്നു, അഡൽട്ട് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് കാഫ്സ് ആണ്. ഇനി നോക്കാൻ പോകുന്നത് ഷീപ്പും ഗോട്ടും ആണ്. ഏതൊക്കെയാണ്? ഷീപ്പും ഗോട്ടും ആണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നുള്ളത്. ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും കാര്യം പറയുമ്പോൾ എന്താണ്, ഇവർക്ക് അത്രയൊന്നും നമുക്ക്, അതായത് ഇപ്പോൾ കാവ്സിനും പിഗിനുമാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പെക്ഷൻ ആവശ്യമായിട്ട് വരുന്നുള്ളത്. പക്ഷേ നമ്മുടെ ഷീപ്പിനും ഗോട്ടിനൊന്നും അത്ര വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവർ ലങ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. വല്ല പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലങ്സ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലാണ്ട് വല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പിഗിൻ്റെ ഒക്കെ കേസിലാണ്. പിഗിൻ്റെ ഒക്കെ കേസ് എന്ന് പറയുമ്പോൾ അവരുടെ സ്കിന്ന് നമ്മൾ നോക്കണം. സ്വൈൻ ഫീവറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സ്കിന്ന് നോക്കണം. അതുപോലെ തന്നെ അവരുടെ ടെയിൽ നോക്കണം. നെക്രോസിസ് പോലുള്ള കണ്ടീഷൻസിന് നമ്മൾ ടെയിൽ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫീറ്റ് നോക്കണം. അതുപോലെയുള്ള ഡിഫറെൻറ്റ് പാർട്സ് ഏതിന് നോക്കണം? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പിഗിന് നോക്കണം. അപ്പോൾ ന്യൂമോണിയ, അതുപോലെ തന്നെ TB, ഇതുപോലുള്ള ഡിസീസൊക്കെ നമ്മുടെ ഈ പിഗിൻ്റെ കേസിൽ നിന്ന് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഫോറിൻ ബോഡീസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ലിംഫ് നോഡ് കൂടി ഒന്ന് നോക്കണം. അപ്പോൾ സ്കിന്ന്, ഫീറ്റ്, ടെയില്, അതുപോലെ തന്നെ നമ്മൾ ലിംഫ് നോഡും കാര്യങ്ങളും നോക്കണം. ന്യൂമോണിയ, TB, സ്വൈൻ ഫീവർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നുള്ളത്. പിന്നെ അതിൻ്റെ ടങ്കൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യുന്ന പോലെ ടങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ കിഡ്നി സർഫസ് നോക്കണം കേട്ടോ. കിഡ്നി സർഫസ് നമ്മുടെ പിഗിൻ്റെ കേസിൽ കിഡ്നി സർഫസ് നോക്കണം. എന്തെങ്കിലും സിസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കിഡ്നി സർഫസ് കൂടി ഒന്ന് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മസിൽസ്, അതുപോലെ തന്നെ ഹാർട്ട്, അതുപോലെ തന്നെ ലാരിങ്സ്, പിന്നെ അബ്ഡോമിനൽ വാള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിഗിൻ്റെ കേസിൽ. ഇനി പോൾട്രീൻ്റെ കേസിൽ പറയുകയാണെങ്കിലോ, പോൾട്രി നമുക്കറിയാമല്ലോ. പോൾട്രി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അഥവാ ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഈ പോൾട്രീൻ്റെ കേസിൽ മെയിനായിട്ടുള്ള ഡിസീസോ ഫ്രാക്ചറോ ഇഞ്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കതിന് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ആണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ ജോയിൻസ്, അതുപോലെ തന്നെ അതിൻ്റെ വിസറ, ഇൻറ്റേർണൽ ഓർഗൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിന് പുറമേ കാണുന്നുള്ള ഇഞ്ചുറീസോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ആണ് മെയിനായിട്ട് നോക്കാറുള്ളത്. ഓക്കെ. കാവ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ പിഗിൻ്റെ കേസിൽ എന്ത് ചെയ്യണം, ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും കേസിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് സമയത്തിൽ പറഞ്ഞതല്ലേ. അപ്പോൾ ഈ പിഗാണ് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് വരുന്നുള്ളത്. പിന്നെ പോൾട്രീൻ്റെ കേസ് പറഞ്ഞല്ലോ, അവരുടെ വിസറൽ ഓർഗൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുക. എപ്പോഴും അവർക്ക് പുറമേ ഉള്ള ബ്ലീഡിങ്ങോ അതുപോലെ തന്നെ ഇഞ്ചുറീസോ ഫ്രാക്ചേഴ്സോ ഒന്നും കാണാനില്ലെങ്കിൽ അവർ ഓക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ അവർ ഇൻറ്റേർണൽ ഓർഗൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ അതെന്തായാലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വല്ല ഫുഡ് ബോൺ ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗാനിസംസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വരും. അപ്പോൾ പിഗിൻ്റെ കേസിലാണ് അവരുടെ സ്കിന്ന്, ടെയില്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കേസിലാണ് പിഗ്. ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ വേണ്ട ആൾക്കാരാണ് കാവ്സും അതുപോലെ തന്നെ പിഗും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സാമിനേഷനൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ നമ്മൾ വരുന്ന വീഡിയോസിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അപ്പോൾ ഓരോ ഭാഗത്തിനും ഓരോ ഡിസീസസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ. പിന്നെ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസിഷൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡിസിഷൻ എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ ജഡ്ജ്മെൻറ്റിലേക്ക് വരണം അല്ലേ. ഫൈനൽ ജഡ്ജ്മെൻറ്റിലോട്ട് വരികയാണ്, ഡിസിഷനിലോട്ട് വരികയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഒബ്സർവ് ചെയ്തു, അതിൻ്റെ സ്മെല്ല് നോക്കി, എല്ലാ കാര്യങ്ങളും നമ്മളതിനെ നോക്കി. എന്നിട്ട് അവരെന്ത് പറയും, അതിൻ്റെ കാര്യങ്ങളിൽ നമ്മളേക്ക് എങ്ങനെ എത്തും. അതായത് നമുക്ക് ഇതിന് വേണമെങ്കിൽ വേണം എന്ന് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കാം. ഓക്കെ. സോ ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ആസ് ടു ദ ആക്ഷൻ to be taken with a carcass or parts of a carcass is based on the total evidence. മൊത്തത്തിൽ നമ്മൾ എത്രയും ചെയ്തു, ഞാൻ പറഞ്ഞില്ല ഒറ്റ ഒന്ന് മാത്രം നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കില്ല. മൊത്തത്തിലുള്ള എവിഡൻസ് വെച്ചിട്ടാണ്, അതായത് ഒബ്സർവേഷൻ വഴിയും കണ്ടിട്ട് വിഷൻ വഴിയും അതിൻ്റെ സ്മെല്ല് വഴിയും പിന്നെ ആൻറ്റിമോട്ടത്തിലുള്ള സയൻസ് വഴിയും പിന്നെ ലാബിൽ ചെയ്ത ടെസ്റ്റ് വഴിയും അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ആ ടോട്ടൽ ഒബ്സർവേഷൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഫൈനൽ റിസൾട്ടിലോട്ട് നമ്മൾ വരുന്നുള്ളത്.
ഓക്കെ. അപ്പോൾ ആ വെറ്ററിനറി സ്റ്റാഫിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒന്ന്, അദ്ദേഹം നോക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, പിന്നെ ആൻറ്റിമോട്ടത്തിൻ്റെ റിപ്പോർട്ട്, പിന്നെ പല ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ പലതരം മൈക്രോ ഓർഗാനിസം ഉണ്ട്, അതേതൊക്കെയാണെന്ന് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ, നമുക്ക് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കൾച്ചർ ചെയ്ത് അതിനൊക്കെ ഗ്രോ ചെയ്തിട്ട് നമ്മൾ ലാബ് ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ വെറ്ററിനറി സ്റ്റാഫ് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസിൽ പറയുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബയോകെമിസ്ട്രി ആണ് കേട്ടോ. ബയോകെമിസ്ട്രീൻ്റെ മോഡ്യൂൾ ഒരു വീക്കിനുള്ളിൽ നമുക്ക് തീർക്കണം. ഇനി കുറച്ച് സ്പീഡായാലേ പറ്റുള്ളൂ. അപ്പോൾ ബയോകെമിസ്ട്രി ആണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. വെറ്ററിനറിക്ക് കുറച്ച് ഗ്യാപ്പ് വെക്കുകയാണ്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടമൊക്കെ കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കി പഠിക്കണേ. ഞാൻ ചെറിയൊരു ബേസിക് ഐഡിയ തന്നിട്ടുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.